എല്ലാ വിദ്യാർത്ഥികളെയും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൂടെ ആമസോൺ നദിയെക്കുറിച്ചും അതിൻ്റെ തീരപ്രദേശങ്ങളെയും കുറിച്ച് ബേസിനെയും കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ആ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിലൂടെ ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സബ് ട്രോപ്പിക്കൽ റീജിയണിലെ പ്രധാനപ്പെട്ട ബേസിനായ നദീതീര പ്രദേശമായ ഗംഗ ബ്രഹ്മപുത്ര നദീതീര പ്രദേശത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം എന്താണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഗംഗ ബ്രഹ്മപുത്ര നദീ പ്രദേശങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നമ്മൾ ഗ്ലോബിനെക്കുറിച്ച് വിശദമായി പറഞ്ഞ സ്ഥലത്ത് ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ അളവിലാണ് ചൂട് ലഭിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഭൂമിയിൽ കൂടുതൽ ചൂട് ലഭിക്കുന്ന സ്ഥലങ്ങളെ ട്രോപ്പിക്കൽ സോണ് എന്നും ഉഷ്ണമേഖല എന്നും, ചൂടും തണുപ്പും ഒരുപോലെ ലഭിക്കുന്ന സ്ഥലങ്ങളെ ടെമ്പറേറ്റ് സോണ് എന്നും, സമശീതോഷ്ണ മേഖല എന്നും, നല്ല തണുപ്പ് ലഭിക്കുന്ന പ്രദേശങ്ങളെ ഫ്രിഡ്ജിഡ് സോണ് എന്നും, ശീതമേഖല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഭൂമിയിൽ കൂടുതൽ ചൂട് ലഭിക്കുന്ന പ്രദേശമായ ട്രോപ്പിക്കൽ സോണിൻ്റെയും ചൂടും തണുപ്പും ഒരുപോലെ ലഭിക്കുന്ന പ്രദേശമായ ടെമ്പറേറ്റ് സോണിൻ്റെയും ഇടയിലുള്ള പ്രദേശത്തെയാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അതായത് മിതോഷ്ണ മേഖല, മിതമായി ചൂട് ലഭിക്കുന്ന പ്രദേശം. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിൽ കൂടുതലായി ചൂട് ലഭിക്കുകയുമില്ല, കുറവായി ചൂട് ലഭിക്കുകയുമില്ല, രണ്ടിൻ്റെയും ഇടയിലായിരിക്കും. അതുകൊണ്ടാണ് മിതമായി ചൂട് ലഭിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞത്. ഇങ്ങനെ മിതമായി ചൂട് ലഭിക്കുന്ന സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട നദിയായ ഗംഗാ നദിയെയും ബ്രഹ്മപുത്ര നദിയെയും ഈ നദികളുടെ തീരപ്രദേശങ്ങളെയും കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്, ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. നമ്മുടെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ. ആദ്യമായി ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും പോഷക നദികൾ, ട്രിബ്യൂട്ടറികൾ ചേർന്നുകൊണ്ടാണ് ഗംഗ ബ്രഹ്മപുത്ര ബേസിന് നദീതീര പ്രദേശങ്ങൾ രൂപപ്പെടുന്നത്. എന്താണ് ട്രിബ്യൂട്ടറി എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് പോഷക നദി, ഒരു നദിയിൽ വന്നു ചേരുന്ന മറ്റുള്ള നദികൾ അല്ലെങ്കിൽ അരുവികൾ, അതാണ് ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ. നമുക്ക് ആദ്യം ഗംഗാ നദി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബ്രഹ്മപുത്ര നദി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പരിശോധിച്ച് നോക്കാം. അതിനുശേഷം ഗംഗാ നദിയിലേക്കും ബ്രഹ്മപുത്ര നദിയിലേക്കും വന്നു ചേരുന്ന നദികൾ ഏതൊക്കെയാണ് എന്ന് കൂടി നോക്കാം. അതായത് ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും പോഷക നദികൾ. അപ്പോൾ നമ്മുടെ പാഠം ഒന്ന് വിശദമായി പഠിക്കാൻ പോവുകയാണ്. ആദ്യം ഗംഗാ നദി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഗോത്രിയിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാനദി ആരംഭിക്കുന്നത്. ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ആരംഭിക്കുന്ന സമയത്ത് ഗംഗാനദിയുടെ പേര് ഭാഗീരഥി എന്നാണ്. അങ്ങനെ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളായ ഭാഗീരഥി നദിയും അളകനന്ദ നദിയും ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് ചേരുന്നു. ശേഷം ദേവപ്രയാഗിൽ വെച്ച് ഗംഗ എന്ന പേരിൽ ഈ നദി ഒഴുകാൻ തുടങ്ങുന്നു. ഗംഗാ നദിയുടെ ആരംഭം ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഭഗീരഥി എന്നും ശേഷം ഗംഗ എന്നു പേരുമാണ് ഈ നദിക്കുള്ളത്. അറിയപ്പെടുന്നത് ഗംഗാ നദി എന്നാണ്. ഗംഗാ നദിയുടെ റിവർ മൗത്ത് ബംഗാൾ ഉൾക്കടലാണ്. എന്താണ് റിവർ മൗത്ത് എന്ന് ഓർമ്മയുണ്ടോ? അതായത് നദി കടലുമായി കൂടിച്ചേരുന്ന ഭാഗം, അതാണ് റിവർ മൗത്ത്. ഇവിടെ ഗംഗാനദി ബംഗാൾ ഉൾക്കടലിലാണ് ചേരുന്നത്. അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ ഗംഗാനദിയുടെ റിവർ മൗത്ത് എന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാനദി. 2008 നവംബർ 4 ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഈ നദിക്ക് 2704 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഗംഗാനദിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബ്രഹ്മപുത്ര നദി 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ആ 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 1 ചൈന, 2 ഇന്ത്യ, 3 ബംഗ്ലാദേശ്. ഈ 3 രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. പക്ഷേ 3 രാജ്യങ്ങളും ഈ നദിക്ക് വ്യത്യസ്തമായ പേരാണ് പറയുന്നത്.
ചൈന ഈ നദിയെ യാലുസാങ്പോ എന്നും ഇന്ത്യ ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശ് ജമുന എന്നും വിളിക്കുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി ആരംഭിക്കുന്നത് ചൈനയിലെ ടിബറ്റ് എന്ന സ്ഥലത്തു നിന്നാണ്. അങ്ങനെ ബ്രഹ്മപുത്ര നദി അവസാനം ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേർന്നുകൊണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ഈ രണ്ട് നദികളെയും കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഈ രണ്ട് നദികളിലേക്കും ചേരുന്ന മറ്റുള്ള നദികളെയും അരുവികളെയും കുറിച്ചാണ്. അതായത് ഗംഗാനദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും പോഷക നദികൾ, ട്രിബ്യൂട്ടറികൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗാനദി. ഗംഗാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന, അളകനന്ദ, കോസി, സോൺ, ദാമോദർ എന്നിവ. അതോടൊപ്പം ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് ബരേലി, ബേർ, സുബൻസിരി, കമങ്, മനാസ്, ചാമ്പമതി, സരൾ, ബാങ്ക എന്നിങ്ങനെ പ്രധാനപ്പെട്ട നദികൾ. ഇവിടെ ഗംഗാനദിയെയും ഗംഗാനദിയുടെ പോഷക നദികളെയും ബ്രഹ്മപുത്ര നദിയെയും അതിൻ്റെ പോഷക നദികളെയും കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബേസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നദിയും നദിയുടെ പോഷക നദികളും ഒക്കെ അടങ്ങിയിട്ടുള്ള അതിൻ്റെ തീരപ്രദേശങ്ങളൊക്കെ കൂടിയിട്ടുള്ള സ്ഥലങ്ങളെയാണ് ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠം ഗംഗ ബ്രഹ്മപുത്ര ബേസിൻ, ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും നദീതീര പ്രദേശങ്ങൾ. ഈ നദീതീര പ്രദേശങ്ങളിലുള്ള കാലാവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ജൂൺ പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ നല്ല രീതിയിൽ മഴ ലഭിക്കാറുണ്ട്. അതോടൊപ്പം എല്ലാ കാലാവസ്ഥയ്ക്കും യോജിച്ചുകൊണ്ട് ചൂടുള്ള സമയത്ത് നല്ല ചൂടും തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പും ലഭിക്കുന്ന ഒരു സാധാരണ കാലാവസ്ഥയാണ് ഗംഗ ബ്രഹ്മപുത്ര നദീതീര പ്രദേശങ്ങളിലുള്ളത്. ഈ പാഠത്തിലെ അടുത്ത ഹെഡിംഗ് ആണ് ഫ്ലോറ ആൻഡ് ഫോണ, സസ്യജാലങ്ങളും മൃഗങ്ങളും. ഗംഗ ബ്രഹ്മപുത്ര നദീതീരങ്ങളിലുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി കൃഷികളെക്കുറിച്ചാണ് പറയുന്നത്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും സമതല പ്രദേശങ്ങളിൽ ഡെസിഡിയസ് ട്രീസ് ആണ് ധാരാളമായി കാണുന്നത്. ഡെസിഡിയസ് ട്രീസ് എന്ന് പറഞ്ഞാൽ ഇലകൾ മുഴുവൻ ഉതിർക്കുകയും പിന്നീട് തളിർക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങൾ, മരങ്ങൾ. അതോടൊപ്പം തേക്ക് മരങ്ങൾ, പൈൻ മരങ്ങൾ, ബോധി വൃക്ഷങ്ങളൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സമതല പ്രദേശങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. സമതല പ്രദേശങ്ങൾ എന്നാൽ കുന്നും മലകളൊന്നുമില്ലാത്ത നിരപ്പായ സ്ഥലങ്ങളാണ്. അതോടൊപ്പം ബ്രഹ്മപുത്ര നദീ തീരപ്രദേശങ്ങളിലെ സമതല പ്രദേശങ്ങളിൽ, നിരപ്പായ പ്രദേശങ്ങളിൽ ധാരാളമായി തിങ്ങി നിറഞ്ഞ മുളങ്കൂട്ടങ്ങളുണ്ട്, ബാംബു ഗ്രോവ്സ് ഉണ്ട്. അതോടൊപ്പം ഈ സ്ഥലങ്ങളിലെ പുഴകളുടെ അടുത്തായിട്ട് കണ്ടൽ വൃക്ഷങ്ങൾ കാണാൻ സാധിക്കും. അതിന് ഇംഗ്ലീഷിൽ മാംഗ്രോവ് എന്നാണ് പറയുന്നത്. നിരപ്പായ സ്ഥലങ്ങളിലുള്ള കൃഷികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റീപ്പ് സ്ലോപ്സിലുള്ള, അതായത് കുത്തനെ ചെരിഞ്ഞ ഭാഗങ്ങളിലുള്ള മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉത്തരാഖണ്ഡിലെയും സിക്കിമിലെയും അരുണാചൽ പ്രദേശിലെയും സ്റ്റീപ്പ് സ്ലോപ്സിൽ, അതായത് കുത്തനെ ചെരിഞ്ഞ ഭാഗങ്ങളിൽ ദേവദാരു മരങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഇവിടെ വ്യത്യസ്തങ്ങളായ മരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗംഗ ബ്രഹ്മപുത്ര ബേസിനിൽ, ഗംഗ ബ്രഹ്മപുത്ര നദീതീര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആനകൾ, കുരങ്ങന്മാർ, കടുവകൾ, മാനുകൾ, മുതലകൾ, ചീങ്കണ്ണികൾ ഗംഗ ബ്രഹ്മപുത്ര തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ്. അതോടൊപ്പം ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങൾ ബ്രഹ്മപുത്ര സമതലത്തിൽ, ബ്രഹ്മപുത്ര നിരപ്പായ സ്ഥലങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം നല്ല ശക്തരായ മൃഗങ്ങൾ, ബംഗാൾ കടുവകൾ സുന്ദർബൻ വനത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. ധാരാളം മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നത് പോലെ രോഹു, കട്ടില, ഹിൽസ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളെയും ഈ സ്ഥലങ്ങളിൽ, ഈ തീരപ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സസ്യങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ ബാക്കിയുള്ളത് ഇവിടെ താമസിക്കുന്ന ജനങ്ങളെക്കുറിച്ചാണ്. അവരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഗംഗാനദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും തീരപ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങൾ കുന്നുകളും പാറകളും നിറഞ്ഞതായിരിക്കും. പക്ഷേ
ചില സ്ഥലങ്ങൾ കുന്നുകളൊന്നും ഇല്ലാത്ത നിരപ്പായ നല്ല സ്ഥലങ്ങളായിരിക്കും. സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ, അറിയുന്നത് പോലെ, കുന്നുകളിൽ, ചെരിഞ്ഞ സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. പക്ഷേ നിരപ്പായ സ്ഥലങ്ങളിൽ താമസിക്കാൻ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് സമതല പ്രദേശങ്ങളിൽ, നിരപ്പായ സ്ഥലങ്ങളിൽ ധാരാളം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷേ കുന്നും ചെരിവുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. പ്രധാനമായും നിരപ്പായ സ്ഥലങ്ങളിൽ കൃഷിയോഗ്യമായ ഫലഭൂയിഷ്ഠമായ സ്ഥലങ്ങളായിരിക്കും ധാരാളമായി കാണപ്പെടാറ്. അതിനുദാഹരണമാണ് നെൽകൃഷികൾ. നിരപ്പായ സ്ഥലങ്ങളിലെ ജനങ്ങൾ അധികമായും നെൽകൃഷികൾ ചെയ്യുന്നവരാണ്. നെൽകൃഷിക്ക് പുറമെ ഗോതമ്പ്, വ്യത്യസ്ത ഇനം ചോളങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം എന്നിവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ വാഴത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും പരുത്തിത്തോട്ടങ്ങളും ഇവിടെ ധാരാളമായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള തോട്ടങ്ങളും കൃഷികളും ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ നിരപ്പായ സ്ഥലങ്ങളിൽ നിരവധി വലിയ നഗരങ്ങളും പട്ടണങ്ങളുമുണ്ട്, സിറ്റികളും ടൗണുകളുമുണ്ട്. പ്രധാനമായും ഗംഗാനദിയുടെ തീരത്ത് അലഹാബാദ്, കാൺപൂർ, വാരാണസി, ലക്നൗ, പട്ന, കൊൽക്കത്ത എന്നിങ്ങനെ 10 ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ പട്ടണങ്ങളിലുള്ള വലിയ വലിയ കമ്പനികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള മലിനമായ ജലങ്ങളും വേസ്റ്റുകളും നദിയിലേക്ക് പുറന്തള്ളുന്നുണ്ട്. ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ ഗംഗാനദിയും ബ്രഹ്മപുത്ര നദിയും മോശമാകുന്നുണ്ട്, മലിനമാകുന്നുണ്ട്. അതുപോലെ ഈ പ്രദേശങ്ങളിലെ റോഡിലൂടെയും റെയിലിലൂടെയുമുള്ള യാത്രാ സംവിധാനങ്ങൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അതോടൊപ്പം ബോട്ടിലൂടെയും അതേപോലെ മറ്റുള്ള വാഹനങ്ങളിലൂടെയുമുള്ള വെള്ളത്തിലൂടെയുള്ള യാത്രകൾ ഈ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖമാണ് കൊൽക്കത്ത. ഈ പ്രദേശങ്ങളിലെ നിരപ്പായ സ്ഥലങ്ങളിൽ ധാരാളം വിമാനത്താവളങ്ങളുമുണ്ട്. അതായത് വലിയ വലിയ പുരോഗമനങ്ങൾ ഈ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിനോദസഞ്ചാരം, ടൂറിസം. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ആഗ്രയിലെ യമുന നദീതീരത്തുള്ള താജ്മഹൽ, ഗംഗാനദിയും യമുന നദിയും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തുള്ള അലഹബാദ് എന്ന പട്ടണം, ബീഹാറിലും ഉത്തർപ്രദേശിലുമുള്ള ബുദ്ധമതക്കാരുടെ സ്തൂപങ്ങൾ. സ്തൂപം എന്നാൽ മൺകൂന എന്നാണ് അർത്ഥം. ബുദ്ധമതത്തിലെ വിശ്വാസികൾ ബുദ്ധൻ്റെയോ അവരുടെ പ്രധാനപ്പെട്ട സന്യാസിമാരുടെയോ ശരീരാവശിഷ്ടങ്ങൾ പോലെയുള്ള പ്രധാന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ച ബിൽഡിങ്ങുകളെയാണ് സ്തൂപമെന്ന് വിളിക്കുന്നത്. അതോടൊപ്പം ഈ സ്തൂപങ്ങൾ മൺകൂനയുടെ രൂപത്തിലായിരിക്കും. ഓക്കെ. അതുപോലെ ലക്നോയിലും കസരംഗയിലും മനാസിലും കാണപ്പെടുന്ന ഷിയ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ ഹാളുകളും ആസാമിലുള്ള വന്യജീവി സങ്കേതങ്ങളും അരുണാചൽ പ്രദേശിലുള്ള വ്യത്യസ്തങ്ങളായ ഗ്രാമങ്ങളും ഈ സ്ഥലത്തിൻ്റെ വേറിട്ട കാഴ്ചകളാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ ഗംഗ ബ്രഹ്മപുത്ര നദീതീരങ്ങളിലേക്ക് എത്താറുണ്ട്. അങ്ങനെ നമ്മുടെ പാഠം അവസാനിച്ചിരിക്കുകയാണ്. ഗംഗാനദിയെയും ബ്രഹ്മപുത്ര നദിയെയും അതിൻ്റെ തീരപ്രദേശങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നദികളിൽ താമസിക്കുന്ന മത്സ്യങ്ങളെയും അതുപോലെ തീരപ്രദേശങ്ങളിലുള്ള പക്ഷികളെയും ജന്തുക്കളെയും സസ്യജാലങ്ങളെയും പ്രധാനമായി ജനങ്ങളെയും വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയമുള്ള ഭാഗങ്ങളൊക്കെ ചോദിക്കുക.